ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ എന്നുണ്ട് വിശേഷങ്ങളൊക്കെ? അതെ, എന്നും പറയുന്ന പോലെ തന്നെ ഇതും നേരത്തെ എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ തന്നെ കേട്ടോ. പോസ്റ്റ് ചെയ്യാൻ വളരെ താമസം, അതാണ് എൻ്റെ ഏറ്റവും വലിയ പഞ്ച്വാലിറ്റി വളരെ കുറവാണ്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ അന്ന് വോട്ടിന് പോയ ദിവസം എന്തൊക്കെ സംഭവിച്ചു അതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരോട്ട് പോകണം. അതെ, ഒരു പഞ്ചായത്ത് തന്നെ, എന്നാലും വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണം, ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകണം കേട്ടോ. അങ്ങനെ വണ്ടി ഇറക്കി. എന്നും നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി തന്നെ, പക്ഷേ അന്ന് വഴിയൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുമായിരുന്നു. ഒരു 100 മീറ്ററോളം ടാർ ചെയ്യാതെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം അതിപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്, നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയണം, ഒന്ന് യാത്രയും ചെയ്യണം, അതും കൂടി ഉണ്ട് കേട്ടോ. പയ്യമ്പാറയ്ക്ക് പോകാം എന്ന് പറഞ്ഞാണ് പോകുന്നത് ഇപ്പോൾ ഓട്ടൊക്കെ കഴിയുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വെയിലുള്ള സമയത്ത് ആ പാറപ്പുറത്ത് പോയിരിക്കാൻ പറ്റുമെന്ന് കേട്ടോ. ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. എന്നാ നിർത്തില്ല, എൻ്റെ ഫോണിൽ പെട്ടെന്ന് ഒരു മങ്ങൽ കണ്ടോ, എന്നെ പറ്റിയാൽ നിർത്തില്ല. ഭയങ്കരമായിട്ട് കാട് പോലെ കിടക്കുന്ന സ്ഥലമാണ്. ഒരു അനക്കം പോലും ഇല്ല. കുറച്ച് വരെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തോട്ട് അനക്കമൊന്നുമില്ല, പക്ഷേ നല്ല തണുപ്പാണ് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ. ഒരു മനസ്സും കിട്ടും കേട്ടോ. ആളെനക്ക് ഒച്ചയൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് ഭാഗം മാത്രമേ ആളില്ലാത്തുള്ളൂ. ഈ വഴിയാണ് ഞാൻ പറഞ്ഞത്, ഒരു 100 മീറ്ററോളം ഇവിടെ വഴിയില്ലായിരുന്നു, റോഡില്ലായിരുന്നു, മണ്ണയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്നു പോകണം. ബൈക്കിൽ സീക്കെ മുമ്പോട്ട് പോകും, അവിടെ പോയി നിൽക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളും താമസവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആളനക്കം വെച്ചൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി അങ്ങ് പോയാൽ മതി. ഒരു സ്കൂളിലാണ് കേട്ടോ, ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വോട്ട് ചെയ്തു തിരിച്ചിറങ്ങി. പ്ലാൻ മാറ്റി നേരെ വീട്ടിലോട്ട് തന്നെ കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വഴി, വീട്ടിലേക്കുള്ള വഴി. എല്ലായിടവും ഒരുപോലൊക്കെ തന്നെ, ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ. അത്രയും എന്താ പറയുക, അറിയാവുന്നവർക്ക് മാത്രമേ ഈ വഴിയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ, അമ്മാതിരി വഴിയാണ്. അതുപോലെ തന്നെ എന്നും പറയാൻ ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്, ഇതാണ് കേട്ടോ നമ്മുടെ സംവിധായകൻ ജിയോ ബേബിയുടെ വീട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതും കൂടിയാണ് സ്കൂളിൽ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന അക്കാര്യത്തിൽ. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ടങ്ങ് പോയി. അപ്പം ഇവിടെ ഏതോ അന്ന് രാത്രി ഓർക്കുന്നുണ്ടോ കപ്പ പറിക്കാൻ വന്ന സ്ഥലം, അതിവിടെയാണ് കേട്ടോ. ഈ പ്രാവശ്യം അപ്പൻ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് കേട്ടോ. കപ്പ എന്ന വാഴയോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇത്രയും സിമ്പിളൊന്നും അല്ല, പക്ഷേ ദൂരമുണ്ട്. ഞാൻ വെട്ടി കുറച്ചതാണ്. ഇലിക്കമല കണ്ടോ. അപ്പോൾ അവിടെയുള്ള ആരും, വീട്ടിലുള്ള ആരും വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. ചെന്നിട്ട് വേണം, ഞാൻ ചെന്നിട്ട് വേണം അവർക്ക് പോരാൻ. അങ്ങനെ വീടെത്തി മക്കളെ. നമുക്ക് എത്ര പ്രാവശ്യം വന്നാലും പിന്നെയും എപ്പോൾ വന്നാലും നമുക്ക് നമ്മുടെ വീട് എപ്പോഴും പുതിയതാണല്ലേ. ഭയങ്കര ആകാംക്ഷയാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അമ്മ വണ്ടി നിർത്തിയപ്പോൾ അമ്മ കയറി വന്നു. പിന്നെ കൊച്ചിനെ എടുത്തോണ്ട് അങ്ങ് പോയി. കൊച്ച് വണ്ടി നിന്ന് ഉറക്കമായിരുന്നു കേട്ടോ. നമ്മുടെ പ്രധാന ആള് ആര്, ചെറുക്കനവിടെ നിൽപ്പുണ്ട്. ലിംബിക്ക എന്താ ഈറ്റ ഇല്ല, ഇല്ലി വെച്ചിട്ടുണ്ടാവും. ഇത് ആദ്യം ഇപ്പം ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു അമ്മയും മകനും കൂടി ഇതെല്ലാം ശരിയാക്കി വെച്ചതാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അനിയൻ്റെ അമ്മയും കൂടി ചെയ്തതാണെന്ന് തോന്നുന്നു. നല്ല ഏതായാലും കാണാൻ കൊള്ളാം. അങ്ങനെ അവനെ തലോടി. സീക്രട്ടായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ ചെറുക്കൻ. നിങ്ങൾക്ക് താമരയൊക്കെ ഉണ്ടായോ? അങ്ങനെ മുമ്പോട്ട് ഇറങ്ങി, വീട്ടിലോട്ട് ഇറങ്ങി. ചെറുക്കനും കൂടെ ഇറങ്ങി. അവനെങ്ങനെയാ, എൻ്റെ മൊത്തം പോയി കേട്ടോ. എൻ്റെ മൊത്തം അഴിഞ്ഞു പോയി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നോക്കിയേ, ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു വിട്ട ഗപ്പിമീനാണ് കേട്ടോ. കേട്ടോ, എൻ്റെ തീറ്റയെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. നോക്കിക്കേ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് അപ്പൻ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്താണ് കേട്ടോ. ആമ്പലാണേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, ഉണ്ടാകട്ടെ. പിന്നെ ഇത് ആട്ടുകൂട്ടിലോട്ട് ചെന്നു. അവിടെ എല്ലാവരും ഉറക്കമാണേ. കാർച്ചിമ്പളമൊന്നുമില്ല. സാധാരണ ഈ ടൈമാകുമ്പോൾ നല്ല കരച്ചിലുണ്ടാക്കുന്നതാണ്. ചെറുക്കൻ എന്നാ നിർത്തില്ല, ഭയങ്കര ചൊറിച്ചില്ല ദേഹം മൊത്തം. അവൻ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞു നടക്കുന്നത് കാണാം. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് സുന്ദരനാകുന്നത്. കയറി വന്ന് വർത്തനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൻ എന്ത് ചെയ്ത് അങ്ങനെ വീടിക്കകത്ത് വരത്തില്ല, ഓടിപ്പോകും കേട്ടോ. പിന്നെ സമാധാനിപ്പിച്ചു, സാരമില്ല കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ഇത് നമ്മുടെ സിംബ.
സിംബ ആളാകെ മാറി കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹമാണേ. ഇത് നമ്മുടെ പാച്ചു. പാച്ചിനെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ പുറകെ നടക്കുമായിരുന്നേ. അങ്ങനെ അതെ ആൻറ്റിയും പിള്ളേരും കൂടി വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിപ്പാണ്. ആൻറ്റിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവളെ മതി, പിന്നെ അവർക്കൊന്നും വേണ്ട, എന്നെപ്പോലും വേണ്ട. അങ്ങനെ അതെ പാച്ചിൻ്റെ അടുത്തായിരുന്നു. പാച്ചിനെ പിടിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് അവൻ കണ്ണുവിട്ട് എന്നെ പേടിപ്പിക്കുന്നുണ്ട്, എന്തോ ചീത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എടുത്തുകൊണ്ട് ഓടി. എനിക്ക് പൂച്ചയുടെ ഗുറുകുറ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പരമാവധി ഇങ്ങനെ പിടിച്ച് മടിയിലിരുത്തി കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട് ആ ഗുറുകുറ് കേൾക്കാൻ. എന്ത് ചെയ്താൽ അവളൊന്ന് എന്താ സമാധാനമായിട്ട് ഇരിക്കില്ല. അവൾക്ക് പേടിയല്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. സാധാരണ മാന്തുന്ന പൂച്ചയിലൊക്കെ ഞാൻ പിടിച്ച് മെരുക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവളോട് ഒരു രക്ഷയില്ല. കാരണം ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റില്ല എന്നിട്ട് പെട്ടു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് നേരമൊക്കെ ഇരുന്നു, അവളുടെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. പിന്നെ മാന്തുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു വാടി ടെറസിൻ്റെ മുകളിൽ പോകാം, നമ്മുടെ കൃഷിയൊക്കെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പം കുറേ തുണിയൊക്കെ ഇളക്കിയിട്ടുണ്ട്. ഇതുണ്ട് പച്ചക്കറി കൃഷിയും ചെടിയും എല്ലാം ഇതിനകത്താണ്, ഇതിൻ്റെ അടിയിലാണ്. നല്ല വെയിലും കിട്ടും, തുണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് അങ്ങനെ ഒറ്റയടിക്ക് ഇറങ്ങാൻ പാടായതുകൊണ്ട് ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഏണി ഇറങ്ങി വേണം പോവാൻ. ഇതൊക്കെയാണ് നമ്മുടെ കൃഷികൾ, ചെടികളൊക്കെ കണ്ടോ, എല്ലാം പൂവൊക്കെ ഇട്ട് നിൽക്കുന്നത്. നല്ല ഒന്നാന്തരം വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അപ്പം കണ്ടോ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കൃഷി ചെയ്യാൻ വേണ്ടി. പാവലുണ്ട്, ഇത് കായൊക്കെ വന്നിട്ടുണ്ട്. ഈ പാവൽ ഞാൻ കൊടുത്താണ്, വെള്ളപ്പാവൽ കേട്ടോ. വിത്ത് ഞാൻ കൊടുത്താണേ. ഇപ്പം എനിക്ക് കൃഷിയൊന്നുമില്ല കേട്ടോ. എല്ലാം കൂടി നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പയർ, മീറ്റർ പയറാണോ എന്ത് പയറാണെന്നറിയില്ല. പിന്നെ ചീരയുണ്ട്, ചീര പറിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത്. ഇത് ചോളം ഞാൻ അമ്മയ്ക്ക് കൊടുത്താണേ. അതിനിവിടെ കയറി വന്നാൽ കാണാൻ മാത്രമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചക്കയൊക്കെ തീർന്നു തുടങ്ങി. ഇതെന്തൊരു പയർ വർഗ്ഗമാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. വേണ്ട എല്ലാം ഉണ്ട്. വഴുതന, മുളക്, ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു ചീര. എന്നാലും കുഴപ്പമില്ല, പൂവിടാത്തതുകൊണ്ട്. അങ്ങനെ അതൊക്കെ പറിച്ച് വെച്ചപ്പോഴാണ് ഇത് മാങ്ങ നിൽക്കുന്നത് കണ്ടത്. ടെറസിലോട്ട് നിൽക്കേണ്ടത്. ഇത് വെറും പാറപ്പുറത്ത് നിൽക്കുന്നൊരു മാവാണ് കേട്ടോ. ഈ സിന്ദൂരം മാങ്ങ എന്നൊക്കെ പറയലേ, അതാണ്. ഞങ്ങൾ ഈ വീട് വാങ്ങിച്ച സമയത്ത്, ഒരു പഴയ കാലത്ത് സമയത്ത്, ഇത് പുതുക്കി പണിതാണ് കേട്ടോ. അപ്പോഴത്തേനും ഇങ്ങനെ ഒരു പാറപ്പുറത്തുണ്ടായി നിന്നതാണേ. എന്നെ മണം വന്നു, നല്ല മണമുണ്ട്. എപ്പോഴും കായ്ക്കും. പ്രത്യേകിച്ച് വളവും വെള്ളവും ഒന്നും അതിന് വേണ്ട. വീടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കാനുള്ള വ്യൂ ഇതാണ് കണ്ടില്ല. താഴോട്ട് നല്ല കൊക്കയാണ് കേട്ടോ. അതായത് കയ്യാല, വലിയൊരു കയ്യാലയുടെ പുറത്താണ് മേടിക്കുന്നത്. അങ്ങനെ ഇറങ്ങി വന്നു. അപ്പനോട് ഞാൻ ചോദിച്ചു എനിക്കൊരു കപ്പളങ്ങ പറിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടായിരുന്നല്ലോ. അപ്പൻ ആദ്യം ചാടിച്ചത് പഴുത്ത കപ്പളങ്ങയാണ്. പഴുത്ത കപ്പളങ്ങയോടെ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കറി വെക്കാനാണ് വേണ്ടത്. അപ്പോഴും അപ്പൻ ചോദിക്കുന്നുണ്ട് നീ വീഡിയോ എടുക്കുവാണോ ഓടി എന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതും കുറച്ചേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ പഴുത്ത കപ്പളങ്ങ ഞാൻ എടുത്ത് മാറ്റി. ഇത് പച്ച കപ്പളങ്ങ. ആദ്യം ഒരു കപ്പളങ്ങ പറിച്ചിരുന്നു കേട്ടോ. കണ്ടോ, അത് പറഞ്ഞതുപോലെ അതിനൊരു മഞ്ഞ കളറായി, ചെറുതായിട്ട് പഴുപ്പ് തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് രണ്ടാമതൊരു കപ്പളങ്ങ ഇട്ട്. അത് വലിയ പഴുപ്പൊന്നും ആയില്ല, എന്നാലും വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഒരു പഴുപ്പുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് പഴുത്തു പോയി. അങ്ങനെ അപ്പൻ കപ്പളങ്ങയൊക്കെ പറിച്ച് തന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചു. കാരണം അവർക്ക് പോകാനുള്ളതാണ് കേട്ടോ, അമ്മയ്ക്കും അപ്പനും അനിയത്തിക്കൊക്കെ പോകാനുള്ള. അനിയൻ വോട്ട് ചെയ്തിട്ട് പോകുന്നു. ഞങ്ങൾ പിന്നെ വന്ന് കാണാമല്ലോ വോട്ട് ചെയ്തിട്ട്. അങ്ങനെ സീക്കയും അപ്പനും കൂടി അവരെ ബൈക്കിൽ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു. രണ്ടുപേരും ബൈക്കൊക്കെ എടുത്ത് അവരെ ആയിട്ടങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് കേട്ടോ. ചെറുതിന് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എല്ലാത്തിനും മുട്ടുകാർ തല്ലി പിടിക്കൂ. അങ്ങനെ അവരും പോയി. പിന്നെ ആരും ഇല്ലാതെ അനീച്ചേരി കിടപ്പുണ്ട്. അവനെ പോയി കിള്ളി കേട്ടോ കുറച്ച് നേരം. പിന്നെ ഇരുന്നിരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങി. വീണ്ടും ഇലിമേട് ചുവട്ടിലെത്തി. പിന്നെ വഴിയിലേക്കൊന്ന് കയറി. അപ്പൻ്റെ പാൻ്റൊക്കെ അവിടെ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്, പണിക്ക് കൊണ്ടുവന്ന പാൻറ്റ്. ഇവിടെ പിന്നെ ആളൊന്നും ഇല്ല, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ. ചാമങ്ങ കണ്ടോ, കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിപ്പോന്നു.
പിന്നെ ഇതേ അമ്മ വന്നു. വരൂ വരൂ. അമ്മ വന്നിട്ട് പറഞ്ഞു വാടി നമുക്ക് ആടിനെ തീറ്റാൻ പോകാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീടിക്കകത്ത് കണ്ടോ? കറമ്പൂച്ചേ നല്ല രസമുണ്ടല്ലേ വഴി കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അമ്മ ഇമാരെ കൊണ്ട് അപ്പുറത്തോട്ട് കൊണ്ട് വിടും കേട്ടോ. കുറച്ച് നേരം നിന്ന് തീറ്റിയിട്ട് അമ്മ ഒളിച്ച് കിടക്കും, അല്ലെങ്കിൽ അമ്മയുടെ പുറകെ വരും. പിന്നെ അവിടെ അമ്മ കണ്ടില്ലെന്ന് മനസ്സിലാകുമ്പോൾ മോളിൽ കൂടെ ഇറങ്ങി തീറ്റെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങ് പോരും. അതാണ് ഇവന്മാരുടെ പരിപാടി. എനിക്ക് ഇച്ച പുല്ല് തരാവോ തള്ളേ? തള്ളച്ചി പുല്ല് 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 ഇവിടെ പുല്ല് താടി. അയ്യോ അത് എടുത്തെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വേറെ പഴം ഈ നിർത്തുന്നുണ്ട്. അപ്പം എന്നെ ഓടിക്കും. എത്തണത് അങ്ങനെ അമ്മ പറഞ്ഞ് നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ആടിനെ അപ്പുറത്ത് കൊണ്ടുവിട്ട് കുറച്ച് നേരം തീറ്റിയിട്ട് വരാം, അല്ലെങ്കിൽ വീട്ടിലോട്ട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അപ്പം മൂത്ത് കൊച്ചൻ്റെ കൂടെയാണ് കേട്ടോ. അവൾക്ക് അങ്ങോട്ട് പോകണമെന്ന് ഒരു താല്പര്യമായിരുന്നു. പിന്നെ കൊതുകണ്ട് പേടി കൊണ്ട് നിൽക്കാൻ മടിയായിട്ട് ഞാൻ പറഞ്ഞ പോയേക്കാം എന്നോർത്ത് തിരിച്ചു പോന്നേ. ഇതൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്ത വഴികളാണ് കേട്ടോ. പണ്ട് ഇവിടുന്ന് ഒരു എന്താ പറയുക കല്ലൊക്കെ ഉരുണ്ട് വന്ന് ഇവിടെ ഇതാണ് ആ സ്ഥലമൊക്കെ. മഴ വന്നാൽ ഭയങ്കര പാടാണ്. പിന്നെ നമ്മുടെ ഈ കണ്ടില്ലേ, ഇതെന്തോ എൻ്റെ പേര് പറയുന്നത്, ഇങ്ങനെ ഈ ബബിളൊക്കെ ഇവിടുന്ന് ഒരു സാധനം കേട്ടോ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ ആദ്യമേ കുറേ വന്ന് എടുത്തു നോക്കിയത്, ഒന്നും ശരിയായില്ല കേട്ടാ. ഇത് 4ാമത്തെ തവണയാണേ. അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നൊസ്റ്റാൾജിയാണല്ലേ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയേ. വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക കുഞ്ഞിനെ പോലെ ആയിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, അവന്മാർ അപ്പുറത്ത് കൊണ്ട് വിട്ട് അവന്മാർ മോളിൽ കൂടെ വന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ. അതാണ് ഇടയ്ക്ക് ഒരു കല്ല് ഉരുട്ടി വിട്ടു കേട്ടോ മോളിൽ നിന്ന്. ഒരു വലിയ കല്ല്, ഞങ്ങൾ അവിടെ നിന്ന് ഓടി. കണ്ടോ താഴോട്ട് ചാടി വരുന്നത് കല്ല്. അങ്ങനെ ഇറങ്ങി താഴോട്ട് പോരും, വിളിച്ചാൽ മതി, അതുകൊണ്ട് എളുപ്പമുണ്ട്. പിന്നെ വഴി നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. അതിപ്പോൾ എല്ലാ പ്രാവശ്യം ഉള്ളതാണ്. ഈ പീരീഡ് തുടങ്ങി കേട്ടോ. ഈ വർത്താനം എപ്പോഴും ഉള്ളതാണ്. പിന്നെ ഇറങ്ങി വന്നപ്പോൾ ഇതേ അനിയച്ചാർ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ചായ കുടിക്കും. അവനൊന്നും കിട്ടുന്നില്ലെന്നുള്ളതൊന്ന് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. ആ സമയത്ത് അപ്പൻ പേട്ടയ്ക്ക് പോയായിരുന്നു കേട്ടോ. അപ്പൻ എന്തോ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ്. ചെറുക്കൻ അവൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വഴിയിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഇടയ്ക്ക് ഞാൻ എന്തുവാ കഴിക്കാനുള്ളതൊക്കെ എടുത്തു കൊടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ വന്നു. കുഴിമന്തി ഇനിയിപ്പോൾ കുഴിമന്തിയൊക്കെ കഴിച്ചിട്ടാവാൻ പോക്ക് എന്ന് കരുതി. കണ്ടോ അടിപൊളി. അങ്ങനെ എല്ലാവരും കുഴിമന്തിയൊക്കെ കഴിച്ച് ഇതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളൊക്കെയാണ്. വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളെല്ലാം കാണുന്നുള്ളൂ. അനിയത്തിയുടെ വകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഈ പാത്രം, ഇത് കൂട്ട് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു വേറെ ടൈപ്പ്. ഇത് ഞാൻ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സൊക്കെ പഠിക്കും. അന്ന് കഞ്ഞിയും പയറും അല്ലായിരുന്നു സ്കൂളിൽ. അപ്പം ഞാൻ ഇതായിട്ടായിരുന്നു കേട്ടോ പോകുന്നത്. ചെറിയ പാത്രം, എനിക്കത് മതിയായിരുന്നു. ഒത്തിരി മിസ് ചെയ്യുന്നു എനിക്കതൊക്കെ. അതും നൊസ്റ്റാൾജിയ. അങ്ങനെ അതെല്ലാം കഴിച്ചു. കണ്ടോ ഞാൻ കഴിക്കുന്ന ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കുന്നു. നോ മതി നിർത്തിക്കോ എന്ന് പറഞ്ഞു. എല്ലാവരും കഴിപ്പാണേ. സിക്കയും അപ്പനും ഇരുന്നു. ചെറുതിന് പിന്നെ എന്തൊക്കെയോ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക, അതുകൊണ്ട് അവൾക്ക് വേണ്ട കേട്ടോ. അങ്ങനെ കഴിപ്പ് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ 9:15. പിന്നെ പോകാൻ ടൈമൊക്കെ ആയി. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ടൈമായി കണ്ടില്ലേ. അവളുടെ 2 പാവ എന്താണേലും 10-10:30 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ എടുക്കാനുള്ള സാധനങ്ങൾ കുറച്ച് ഉണക്കക്കപ്പയൊക്കെ ഉണ്ടായിരുന്നു, വാട്ടുകപ്പ. അതെല്ലാം എടുത്ത് സഞ്ചിക്കകത്തൊക്കെ. ഇതിനകത്ത് നിറച്ച് സാധനങ്ങളാണെന്നേ. മാങ്ങയും പച്ചക്കറിയും ഒന്നും വേണ്ട, കപ്പളങ്ങയും കപ്പയും എല്ലാം ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ വളഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് വെയിറ്റ് കാരണം.
അപ്പോൾ കുറച്ച് സാധനം കൊണ്ട് എടുക്കാനുണ്ടായിരുന്നു, എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ മറക്കാൻ പാടില്ലല്ലോ, അല്ല ഇനി ഞാൻ തിരിച്ചു കണ്ടുവരും. സന്തോഷം എന്നാലും. അങ്ങനെ പതുക്കെ യാത്രയാവുകയാണ് കേട്ടോ. അപ്പനെ വിളിച്ച് പോവാന്നൊക്കെ പറഞ്ഞു. അനിയൻ ഇടയ്ക്ക് ഇറങ്ങി വന്നു. എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ വഴിയിൽ നിന്ന് കുറേ വർത്താനം പറയും. വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് കൂടുതൽ വഴിയിൽ നിന്ന് സംസാരിക്കും കേട്ടോ. അങ്ങനെ വേറെ ടൈം പോവും. അതാണ് വീട്ടിൽ വന്നുള്ള പ്രശ്നം. കണ്ട പേടിയാവും, നോക്കി ടാറ്റയൊക്കെ പറയുന്നു. അങ്ങനെ വഴിയിൽ നിന്ന് ഒരു അരമണിക്കൂറത്തെ വർത്താനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.